സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വണ്ടിയും കൂടി ഉണ്ട്. എന്നിട്ട് എൻ്റെ പടത്തിൽ പറഞ്ഞാൽ എനിക്കിനി ഒരു മകൻ കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി കൂടി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അൺബോക്സ് ചെയ്യാം. പൈസക്കെ അൺബോക്സ് ചെയ്യാനുള്ള കത്തി അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ കത്തിയത് നല്ല 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 മുറിച്ചിട്ടാ, നീ സൂക്ഷിച്ച് ചെയ്തോ. ഓക്കെ, ചോറ് കണ്ട് കിടന്നാള് വിഷയട്ടാ. സ്റ്റാർട്ട് ചെയ്തോ. ഇത് കേക്കല്ലടത്. അങ്ങനെയല്ല, ഇത് രണ്ടെണ്ണം വലിച്ചു നേരം വലിച്ചു. അടുത്തോ എന്താണ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്നിട്ട് പറയാനുള്ളത്? ഫസ്റ്റ് ഇംപ്രഷൻ മറ്റേ പുള്ളി തന്നെയാണ്. ബഗ്ഗി ടൈപ്പാ. ഇത് മറ്റേനേക്കാളും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയി. സസ്പെൻഷൻ ഒക്കെ ഉണ്ടോ? ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ക്യാമ്പർ ടോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഴിച്ചു നോക്ക്. ഇനി ഇതും കൂടി എടുക്ക്, ട്രാൻസ്മിറ്ററും കൂടി എടുക്ക്. ചാർജർ ഇതിന്റെ വ്യത്യാസം വെച്ചാൽ ഒന്ന് ഇത് ബ്രഷ്ഡ് മോട്ടറാ, മറ്റേ ബ്രഷ്ലെസ് ടൈപ്പ് മോട്ടറാ. ബാക്കി ഏകദേശം അതതിൻ്റെ ആൻറ്റിന. ബാറ്ററി ഒക്കെയാണുള്ള പോർഷൻ അവിടെയാണ്. അതിൻ്റെ ബാറ്ററി ഞാൻ സെപ്പറേറ്റ് പാക്ക് ചെയ്തോണ്ട് ബാറ്ററി ഇത് കണ്ട. ഇത് മറ്റേ ബാറ്ററി പോലെ ഇത് ലിത്യം പോളിമർ ബാറ്ററിയാണ്. കുറച്ചും കൂടി പവർ കൂടിയ ബാറ്ററിയാണ്. മറ്റേ ലിത്യം ആയാണ്, ഇത് ലിത്യം പോളിമർ. നമുക്കിതൊക്കെ ഞാൻ ചെയ്യാം. ഇതിൻ്റെ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് കുറച്ചും കൂടി ഒരു വെൽക്രോ ഒക്കെയാണ് ബാറ്ററിയുടെ പോർഷനിൽ വരുന്നത്. വയ്ക്കുക, ടൈറ്റ് ചെയ്യുക. ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കാം. ബാറ്ററി ഇടാം. ഇത് 4 ബാറ്ററി വേണം കേട്ടോ. മറ്റേതിൽ 3 ബാറ്ററി ആയിരുന്നു, മറ്റേ കാറിൻ്റെ ട്രാൻസ്മിറ്ററിൽ. ഇതിൽ 4 ബാറ്ററി വേണം. 4 ബാറ്ററി ഇടുന്നു. മറ്റാണ് കണ്ട. ഓണാവുണ്ടോ നോക്കാം. ഓണായി. ഇതിൻ്റെ റിമോട്ടിൽ കണ്ടോ? ഇതിൻ്റെ റിമോട്ടിൽ മറ്റേ സ്വിച്ച് അല്ലായിരുന്നേ, ലോ മീഡിയം ഹൈ. ഇതിലിങ്ങനെ ഒരു നോബാ. ഇത് വെച്ചിട്ട് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക, ടോപ്പ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് സ്റ്റിയറിംഗ് അല്ലടാ, മോഡ് മാറ്റുന്നത് മറ്റേത് 3 മോഡല്ലേ. ആ സ്വിച്ചിന് പകരം ഈ ഒരു ഡയലാ. ഇതിൽ ഇവിടെ ഇട്ട് കുറച്ചിട്ട് കഴിഞ്ഞാൽ ടോപ്പ് സ്പീഡ് കുറവായിരിക്കും, കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ആ ടോപ്പ് സ്പീഡ് കൂടും. ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കിയൊക്കെ സെയിം. അത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ളത്, ഫോർവേഡ്, റിവേഴ്സ്, അങ്ങനെ. പിന്നെ ഇനി നമുക്കിത് അടയ്ക്കാം. സസ്പെൻഷൻ്റെ ടോപ്പ് മറ്റേ പോലെ ഇത് കുറച്ച് ഓയിൽ ഫീൽഡ് ഷോക്ക് അബ്സോർവറാണ്. മറ്റേ ജസ്റ്റ് സ്പ്രിങ് മാത്രമേ ഉള്ളൂ മതി. ഇത് അങ്ങനെ അസംബിൾ ചെയ്തിട്ടുള്ള ഓയിലൊക്കെ വെച്ചിട്ട് ഇത്. അപ്പോൾ ഇതിന് പിന്നെ കണ്ടോ താഴെ മെറ്റലാണ്. ഇത് 2 യൂസ് ഉണ്ട് ഈ മെറ്റൽ വരുന്നത്. ഒന്ന് ഡാമേജ് എടുക്കും കുറച്ച്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോട്ടർ കണ്ടോ, ഈ മോട്ടർ ചൂടാവും. അപ്പോൾ ഈ ചൂടാകുമ്പോൾ ഇത് ഡയറക്റ്റ് ഇടുമ്പോൾ പിടിപ്പിച്ച് വെച്ചിരിക്കുക, ടച്ചായിട്ടിരിക്കുക. അപ്പോൾ ആ മോട്ടറിൻ്റെ ഹീറ്റും ഇതിൻ്റെ ഹീറ്റും ഡയറക്റ്റ് ഈ പ്ലേറ്റുമേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പോൾ ഹീറ്റ് കുറയ്ക്കാൻ പറ്റും മോട്ടറിൻ്റെ. അങ്ങനെ സംഭവമുണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വാ, ഇത് കണക്ട് ചെയ്യാം. ആദ്യം ബാറ്ററി ഇതുണ്ടോ തിരിച്ച് കണക്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ പിന്നിനൊരു പ്രത്യേക ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ടുള്ളത്. കാരണം ഇത് പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോയി കഴിഞ്ഞ് സാധനം കത്തിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കണക്ടർ.
ഞാൻ തിരിച്ചു വിടും. ഓക്കെ, കണക്റ്റ് ആവും. മൊത്തം കണക്റ്റായി. നെക്കി പിടിച്ച് ഓണായി. ഞാൻ റിമോട്ടും ചെയ്യട്ടെ. ഒറ്റ പോക്കാ പോയി. ഫസ്റ്റ് പിന്നിട്ടു. ഇതിൽ 2 പിന്നുകളുണ്ടോ? മറ്റേ വേറെ 4 പിന്നില്ല. 2 പിന്നിട്ടു. നമ്മൾ ട്രാൻസ്മിറ്റർ ഓണാക്കി. ഇത് കുറച്ചും കൂടി റെസ്പോൺസ് കൂടുതലാവും. വളരെ ഫാസ്റ്റാണ് മറ്റേനേക്കാളും. അതിനാണ്, പക്ഷെ അത്ര അധികം ഇല്ല. ബമ്പറില്ല. ഇതിൻ്റെ സ്പീഡ് ഞാൻ കാണിച്ചത്. ബാറ്ററി ചാർജ് ചെയ്തില്ല കേട്ടോ മറ്റേ പോലെ. ഇവിടെ വെറുതെ ഇട്ട് നോക്കാം. ഭയങ്കര റെസ്പോൺസീവാ. പിടിച്ചാൽ കിട്ടില്ല. നമുക്ക് റിവ്യൂ അടുത്ത വീഡിയോയിൽ ഇടാം. ഡീറ്റെയിൽ ആയിട്ട് വല്ല നല്ല സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിട്ട് എടുക്കാം.